ഇന്ന് റിലീസായിട്ടുള്ള മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു സ്ലാഷർ അല്ലെങ്കിൽ ഒരു ഗോറി ബ്ലഡ് ഷെഡ് ടൈപ്പ് ഒരു മൂവിയാണ്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ എല്ലാ ലാംഗ്വേജിലും മൂവീസ് ഇറങ്ങാറുണ്ട്. കുറച്ചാളായിട്ട് അത്തരത്തിൽ ഇറങ്ങുന്ന മൂവീസൊക്കെ വൻ വിജയമായി തീരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടം, അതിൻ്റെ ഒരു വിജയ സാധ്യതയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു സീസണൽ എപ്പോഴും ആ ടൈപ്പ് സിനിമകൾ ഇറങ്ങാറുണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ചൂടുപറ്റി വീണ്ടും സിനിമകൾ അതുപോലെ ഇറങ്ങാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു സിനിമയാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഏത് രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ലാഷർ മൂവി, ഒരു ബ്ലഡി മൂവി എങ്ങനെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതിൽ കാഴ്ചയുടെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. 18+ ഉള്ള ആളുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാ 18+ ഉള്ള ആളുകൾക്കും കാണാൻ പറ്റിയ മൂവിയായിട്ട് തോന്നുന്നില്ല ഉണ്ടല്ലോ. അതുപോലെ വീക്കായിട്ടുള്ള അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും കാണാൻ ഒക്കത്തില്ല. അത്തരത്തിലുള്ള ആളുകൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം ഇതിൽ കാണിക്കുന്ന ഇത് നമ്മുടെ ബ്രെയിനിൽ ട്രിഗർ ചെയ്യുന്നത് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെൻസിനെയൊക്കെ റെസ്പോൺസിനൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു ബ്രെയിൻ റിവാർഡിങ് സിസ്റ്റത്തിന്, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ്, അല്ലെങ്കിൽ അഡ്രിനാലിൻ ഒക്കെ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. നമുക്കൊരു വളരെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള, നമുക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ പേടികളൊക്കെ, ഇത്തരത്തിലുള്ള വയലൻസിനോടൊക്കെയുള്ള നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള പേടികളൊക്കെ കൺഫ്രണ്ട് ചെയ്യാനും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഇത്തരത്തിലുള്ള പടങ്ങൾ കാണുമ്പോൾ നമുക്ക് പറ്റാറുണ്ട്. എന്നാൽ ഇത് കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ഷെഡിനോടും ഇത്തരത്തിലുള്ള വയലൻസിനോടും ക്രൈമിനോടൊക്കെ നമ്മൾ റെസിലിയൻ്റ് ആവാറുണ്ട് അല്ലേ. നമുക്ക് ഇത്തരത്തിൽ റിയൽ ലൈഫിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മൂവി സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കൂടെയൊക്കെ നമുക്ക് റെസിലൻ്റ് ആവും നമ്മൾ അതിനോട്. നമുക്ക് പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗിൻ്റെ അത്തരത്തിലുള്ള സബ്സ്റ്റാൻസിനോടൊക്കെയുള്ള ഓവർ എക്സ്പോഷറിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ കുത്തിക്കൊന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ സബ്സ്റ്റാൻസസ് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു പക്ഷെ വേഴ്സായിരിക്കും. അത് സമൂഹത്തിന് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ബട്ട് ഈ ഒരു കാറ്റഗറി മൂവി ഏതൊരു മറ്റുള്ള കാറ്റഗറിയെ പോലെയും ചില സമയങ്ങളിൽ ആളുകളിൽ കൂടുതൽ ഈ മാർക്കറ്റിലേക്ക് കൂടുതൽ വരികയും പിന്നീട് അടുത്ത ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് മൂവിയിലേക്കൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഇൻഡസ്ട്രി മാറിപ്പോവുകയും ചെയ്യും. പ്രശ്നമാക്കണ്ട, എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാണുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ 18+ മാത്രമല്ല, 18+ലും സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഈ പടം കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്.